Hello everyone. So നമ്മുടെ ഒളിമ്പ്യാഡ് സീരീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും നമ്മൾ മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് റെഡിയായി അല്ലെങ്കിൽ അതിലെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോസിലൊക്കെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇനി അറിയണമെന്ന് താല്പര്യമുള്ള, അതായത് ഏതെങ്കിലുമൊക്കെ ടഫായുള്ള ടോപ്പിക്കുകൾ ഉണ്ട് അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് എനിക്ക് ഓക്കെ അല്ല എന്നൊക്കെ വിചാരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു സീരീസിന്റെ വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ പറയാം. കാരണം ഞങ്ങൾ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യും, ആ വീഡിയോസ് അല്ലെങ്കിൽ ആ ടോപ്പിക്സ് വീണ്ടും വീഡിയോസ് ആയിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ഇൻ എ ക്ലാസ് ഓഫ് 100 സ്റ്റുഡൻസ് 30% ഓഫ് ദ സ്റ്റുഡൻസ് ഓഫേർഡ് ഇംഗ്ലീഷ്, 20% ഓഫേർഡ് ഹിന്ദി. ഇഫ് എ സ്റ്റുഡൻറ് ഈസ് സെലക്ടഡ് അറ്റ് റാൻഡം ദെൻ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഹി ഹാസ് ഓഫേർഡ് ഇംഗ്ലീഷ്? ഓക്കെ, ഇത് ഓൾറെഡി SOF തരുന്ന മോഡൽ ക്വസ്റ്റ്യൻസിൽ പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ എടുത്ത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ഒരു പക്ഷേ നിങ്ങൾ പല ആളുകൾക്കും അത്ര ഫെമിലിയർ അല്ലാത്തൊരു ടേം ആയിരിക്കും. ഇതിന്റെ മലയാളം സാധ്യത എന്നാണ്, സാധ്യത, ചാൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, ബാസ്ക്കറ്റിൽ പല കളറുള്ള ബോൾസ് ഉണ്ട്. ഇപ്പോൾ റെഡ്, ഗ്രീന്, വൈറ്റ്, ഇങ്ങനെ 3 കളർ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു ബോൾ എടുക്കുകയാണെങ്കിൽ അത് റെഡ് ആവാനുള്ള പ്രോബിലിറ്റി എത്ര, വൈറ്റ് ആവാനുള്ള പ്രോബിലിറ്റി എത്ര, ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ജസ്റ്റ് എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അറിയുന്ന ഒരു സംഭവം ഉണ്ട് ഇതിൽ, പെർസെൻറ്റേജ്. ഓൾറെഡി 7th 8th പഠിക്കുന്നതാണ്. ബേസിക് മാത്ത് കോഴ്സിൽ നമ്മൾ പെർസെൻറ്റേജ് എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു സംഭവം 100 സ്റ്റുഡൻസ് അവിടെ ഉണ്ട്. അതിൽ 30% ആണ് എന്ത്, ഇംഗ്ലീഷ് പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഓഫർ ചെയ്തിട്ടുള്ള ആളുകൾ അല്ലേ. നമുക്ക് ഇംഗ്ലീഷുകാരെ മാത്രം മതി. ഇവിടെ എന്താണ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഹി ഹാസ് ഓഫർഡ് ഇംഗ്ലീഷ് എന്നുള്ള, ഇംഗ്ലീഷുകാരെ മാത്രം മതി. ഈ ഹിന്ദിക്കാരെ ഇപ്പം എന്തില്ല, ആവശ്യമില്ല. അപ്പൊ 100ന്റെ 30% ആളുകൾ ഇംഗ്ലീഷിലാണ് വരുന്നത്. അപ്പൊ 30% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100ന്റെ, അതാണ് നമ്മൾ പെർസെൻറ്റേജ് കാണാൻ 100 ഇൻറ്റു 30% പറയുമ്പോൾ 30/100, 100 ക്യാൻസൽ ആവും, 30 ആളുകൾ. സോ അവിടെ ആ ക്ലാസ്സിലുള്ള 100 സ്റ്റുഡൻസിൽ 30 സ്റ്റുഡൻസ് എന്താണ്, ഇംഗ്ലീഷ് ഓഫർ ചെയ്യപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഹി ഹാസ് ഓഫേർഡ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇത്രയും നോക്കേണ്ടതേ ഉള്ളൂ. പ്രോബിലിറ്റി കാണാനുള്ള പരിപാടി ഇത്രയാണ്. നമുക്ക് വേണ്ട പ്രിഫേർഡ് അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇത് പറഞ്ഞിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള ആളുകൾ ആരാണ്, ഇംഗ്ലീഷ് ഓഫർ ചെയ്യപ്പെട്ടുള്ള ആളുകൾ. അത് എത്ര പേരാണ്, 30. ആ നമ്പറെ കൊണ്ട് ടോട്ടൽ സ്റ്റുഡൻസ് നമ്പറിനെ ഡിവൈഡ് ചെയ്യാം. അതാണ് പ്രോബിലിറ്റി കാണാനുള്ള പരിപാടി. ഓക്കെ, ഇപ്പോൾ ഞാനൊരു കോയിൻ ടോസ് ചെയ്യാണെന്ന് വിചാരിക്കാം, ഹെഡ് കിട്ടണം. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി. ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെഡ് വരാം, ടെയിൽ വരാം, 2 ചാൻസ് ആണുള്ളത്. അതിൽ ഹെഡ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ആൾ എത്ര പേരുണ്ട്, ഒരൊറ്റ ആള് ഹെഡ്. ടോട്ടൽ എത്ര ആളുകൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, 2 ആളുകൾ. സോ 1/2 ആണ് എന്ത്, അയാളുടെ പ്രോബിലിറ്റി. മനസ്സിലായോ? ഇനി ഒരു ഡൈ, നിങ്ങൾ ഡൈ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കളിക്കുന്ന സമയത്ത്, പല കളികൾ കളിക്കുന്ന സമയത്ത് ഇടുന്ന സംഭവമില്ലേ, ഒരു ക്യൂബ്, ഓരോ സൈഡിൽ 1 മുതൽ 6 വരെ പല സൈഡിൽ പല നമ്പേഴ്സ് എഴുതിയിട്ടുള്ള ഒരു ക്യൂബ് ഇടുന്ന സമയത്ത് അതിൽ 5 എന്ന് പറയുന്ന നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? ക്യൂബ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 2 3 4 5 6 ഇതിൽ ഏത് നമ്പർ വേണമെങ്കിലും വരാം. അപ്പോൾ നമുക്ക് വേണ്ട പ്രിഫറൻസ് ആരാണ്, 5 എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രം അല്ലേ. ടോട്ടൽ എത്ര ആളുകൾ വരാം, 6, 1/6 ആണ് അതിന്റെ പ്രോബിലിറ്റി. മനസ്സിലായോ? ഇനി ഇത് ക്യൂബ് ഇടുന്ന സമയത്ത് അതിൽ ഓഡ് നമ്പേഴ്സ് മാത്രം കിട്ടാനുള്ള പ്രോബിലിറ്റി. ഓഡ് നമ്പേഴ്സ് പറയുമ്പോൾ 1 ഉണ്ട്, അതിൽ 3 ഉണ്ട്, 5 ഉണ്ട്. എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്, 1 2 3 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. ടോട്ടൽ എത്ര പേരുണ്ട്, 6ൽ 3 ആണ് അതിന്റെ പ്രോബിലിറ്റി. 3/6 സിംപ്ലിഫൈ ആണെങ്കിൽ 1/2 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇതാണ് പ്രോബിലിറ്റിയുടെ ബേസിക് ഐഡിയ. നമുക്ക് വേണ്ട ആളുകളുടെ കൗണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ ആളുകളുടെ കൗണ്ട്. ഇവിടെ നമുക്ക് വേണ്ടവരുടെ കൗണ്ട് 30 ആണ്, ഇംഗ്ലീഷുകാരുടെ കൗണ്ട് 30 ആണ്. ഡിവൈഡ് ബൈ ടോട്ടൽ ആളുകൾ എന്ന് പറയുമ്പോൾ 100 ആണ്. സോ 30/100. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാം, 0 ക്യാൻസൽ ചെയ്തു, 3/10 എന്നുള്ള ആൻസർ വരും, 3/10. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. ഇനി ഇത് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്, ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഇംഗ്ലീഷ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അഥവാ ഹിന്ദി ആയിരുന്നു ചോദിച്ചെങ്കിൽ ഹിന്ദി എത്ര പേരുണ്ട്, 20%. 100ന്റെ 20% എന്ന് പറഞ്ഞാൽ 20 ആളുകളാണ്, 20 ആളുകൾ. അപ്പോൾ 20/100 ആയിരിക്കും അതിന്റെ പ്രോബിലിറ്റി, ഹിന്ദിക്കാരാവാനുള്ള പ്രോബിലിറ്റി. 0 കട്ട് ചെയ്തു, 2/10 സിംപ്ലിഫൈ ആണെങ്കിൽ 1/5. ഇതാണ് ഹിന്ദിക്കാരുടെ പ്രോബിലിറ്റി. അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, ചോദിക്കുകയാണെങ്കിൽ. ക്ലിയർ അല്ലേ? അപ്പോൾ 3/10 എന്നുള്ളതായിരിക്കും ഇവിടെ ഇംഗ്ലീഷുകാർ കിട്ടാനുള്ള പ്രോബിലിറ്റി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇതാണ് പ്രോബിലിറ്റി എന്ന് പറയുന്നതിന്റെ ഒരു ബേസിക് ഐഡിയ. ഇതിന്റെ ഒരു ഫണ്ടമെന്റൽ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് പ്രോബിലിറ്റി, ഞങ്ങളുടെ ബേസിക് കാര്യങ്ങളൊക്കെ 8th പഠിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഓൾറെഡി ഇവർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ SOF തന്നിട്ടുള്ള അല്ലെങ്കിൽ അവർ പുറത്തിറക്കിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പെട്ട ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇനി എക്സാമിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഒക്കെ ഇനിയും നമ്മൾ വരും. ഓരോ സബ്ജക്റ്റുകൾ, പല സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കണം, അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്